ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നിങ്ങൾ തമ്പിനെ കണ്ടതുപോലെ തന്നെയാണ് ചേച്ചിയുടെ ഡെലിവറി വ്ളോഗാണ്. അങ്ങനെ എനിക്ക് ആധികാരികമായിട്ട് ഡെലിവറി വ്ളോഗൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിലുള്ള അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ള കുറച്ച് ക്ലിപ്സുകൾ നമ്മുടെ ഒരു സന്തോഷമാണല്ലോ. പിന്നെ നമുക്കിതൊക്കെ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷം, ഇറ്റ്സ് എ മെമ്മറി. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഡെലിവറിക്ക് തൊട്ട് മുന്നേയുള്ള ദിവസം അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവുകയാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കാണാം. ഹായ് ഗൈസ്, അപ്പം ഇന്നിപ്പം തീയതി 5/8 രാവിലെ ഒരു 6:50 അപ്പം ഹോസ്പിറ്റലിലേക്ക് പോവുക. കാരണം ഇന്നലെ നൈറ്റ് ഒരു 11:30-12 മണിയപ്പം ചെറിയൊരു പെയിന് വന്നു. അങ്ങനെ ഇപ്പം ലേബർ റൂമിലാണ്. സോ രാവിലെ ഞാനും പോവുക. അപ്പം പോയിട്ട് എന്താണെന്ന് അവിടെ വെച്ച് ബാക്കി കാണാം. ഗൈസ്, അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഇന്നലെ നൈറ്റ്, അതായത് ഡെലിവറിക്ക് തൊട്ട് മുന്നത്തെ ദിവസം 11 മണിക്ക് കയറ്റിയതാണ്. ഡെലിവറി കഴിഞ്ഞത് പിറ്റേന്ന് 3 മണിക്കാണ്. സോ സിസേറിയൻ ആയിരുന്നു. കാരണം നമുക്ക് നോർമൽ ഡെലിവറി നടന്നില്ല. സോ എമർജൻസി ആയിട്ട് നമുക്ക് സി സെക്ഷൻ ചെയ്യേണ്ടി വന്നു. സോ അങ്ങനെ ഞങ്ങളുടെ ബേബി ഗേൾ അറൈവ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ ഞങ്ങളെല്ലാവരും ചേച്ചിയെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. കാരണം അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക സന്തോഷം. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെറുതായിട്ട് കുറച്ച് ബലൂൺസും ഒരു ബൊക്കെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ ഇപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാൻ അവർ സമ്മതിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും പേടിയായിരുന്നു ഇനി അവർ വല്ലതും വഴക്ക് പറയുമോ എന്നൊക്കെ. അങ്ങനെ ഒരു ലാസ്റ്റ് ഒരു മൊമെൻ്റാണ് ഇത്. കാരണം നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ എടുക്കണമെന്നുള്ളൊരു ചടങ്ങാണല്ലോ. സോ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ ബലൂണുകൾ അവിടെ ഇവിടെയൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. ദെൻ ഒരു ബൊക്കെ ഞങ്ങൾ കയ്യിൽ കൊടുക്കാൻ വേണ്ടി കണക്കാക്കി. അതെല്ലാം ഞങ്ങൾ തലേന്ന് സെറ്റ് ചെയ്തതാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൈ കിട്ടി. എന്നിട്ട് നമ്മൾ ചേച്ചിയെ വിളിക്കാനായിട്ട് ലേബർ റൂമിലോട്ട് പോയി. കാരണം അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചായിരുന്നു ലേബർ റൂമിൽ. അങ്ങനെ പാവം എൻ്റെ കൊച്ച് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് തളർന്നാണ് ഇരിക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ, പാവം. എല്ലാവരും അങ്ങനെ ആയിരിക്കും. പക്ഷേ മേ ബി നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മളത് കൂടുതൽ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് വരികയാണ്. കാരണം ഞങ്ങൾ അറൈവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വരവേൽക്കാനായിട്ട് ബൊക്കെയൊക്കെ നമ്മൾ കൈമാറി. അങ്ങനെ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് ബേബി ഗേൾ കിട്ടിയത്. സോ അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയിലായിരുന്നു. പിന്നെ ചേച്ചിക്കൊരു ആശ്ചര്യമുണ്ടായിരുന്നു. കാരണം എന്താണ് റൂമിൻ്റെ അകത്ത് നടക്കുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. സോ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ബലൂണൊക്കെ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ലല്ലോ. സോ അതുകൊണ്ട് ഭയങ്കര ആശ്ചര്യത്തോടെയാണ് നോക്കിയത്. സ്റ്റിച്ചിൻ്റെയൊക്കെ ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ളതുപോലെ ആയിരിക്കാം. അപ്പം അങ്ങനെ കുറച്ച് സ്റ്റിച്ചിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ബേബിയെ കാണുമ്പോൾ പിന്നെ അതൊക്കെ ഓക്കെ ആയി. അങ്ങനെ പിന്നെ നമ്മൾ 3 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്ചാർജ്. ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഭയങ്കര ഹാപ്പിയുള്ള ഒരു ദിവസമാണ്. വേറെ ഒന്നുമല്ല, ചേച്ചിയും കുഞ്ഞുവാവയും ഒക്കെ വീട്ടിലോട്ട് വരുന്നതാണ്. ഡിസ്ചാർജാണ്. അപ്പം അവർ വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു. സോ ബിൽ പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അവരിങ്ങനെ വരും. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടേക്കൊന്ന് പുറകിലുണ്ടോ, ഇവിടേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. പുറകിൽ റൂമിൽ ഒന്ന് ചെറുതായിട്ട്, ഒരുപാടൊന്നുമില്ല. എന്നാലും എനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് സാധനമൊക്കെ മേടിച്ചിരുന്നു. പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ബലൂണ് പെരുക്കാൻ അറിയത്തില്ല, ബലൂണ് കെട്ടാൻ അറിയത്തില്ല. ഈ 2 സാധനം എനിക്കറിയത്തില്ല. പക്ഷേ ഈ സാധനങ്ങളാണ് അതിലുള്ളത്. ബട്ട് നോക്കാം, ട്രൈ ചെയ്യാം. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കണം. ഞാനൊന്നും നോക്കിയില്ല, എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. അപ്പം സ്നേഹം വാങ്ങിച്ചു തന്നെയാണ്. അപ്പം ഞാനൊന്നും നോക്കിയില്ല, നോക്കണം. അപ്പം നോക്കി ഇവിടേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. വരുമ്പം ഈ ആരതി ഒഴിഞ്ഞ് കയറ്റുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പം അതിനും വേണ്ടി ഒന്ന് തയ്യാറെടുക്കണം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പെട്ടെന്നാവണം. സമയം ഇപ്പം മണി 4:15. പെട്ടെന്ന് അവരിങ്ങെത്തും. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ബാ ഗൈസ്, ആക്ച്വലി നമുക്ക് ചായ ഇടണം. അതൊരു ഒന്നാമത്തെ ഘടകമാണ്. കാരണം അവർ വരുമ്പം ക്ഷീണിച്ചല്ലേ വരുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് ചായയെങ്കിലും കുടിക്കണമല്ലോ. സോ നമ്മൾ റെഡിയാക്കണം. അപ്പോൾ അതിനമ്മ ആദ്യമേ വിളിച്ച് പറഞ്ഞ് ചായ റെഡിയാക്കി വെക്കണമെന്ന്. അപ്പോൾ നമ്മൾ ചായ റെഡിയാക്കാൻ പോവുകയാണ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ബാക്കി കലാപരിപാടികളിലോട്ട് ഇറങ്ങുന്നതായിരിക്കും. നമ്മൾ ചായ അടുപ്പിൽ നിന്ന് തിളക്കുകയാണ്. അപ്പം ഈ തിളയ്ക്കുന്ന ഗ്യാപ്പ് കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ബാ ഗൈസ്, ഇതാണ് റൂം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റൂമിൽ കുറച്ച് ഡെക്കറേഷൻ പരിപാടി വേണമോ അതോ ഹാളിൽ കൊടുക്കണോ
എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കാം. എന്തായാലും എനിക്ക് പറ്റാത്ത കുറേ സാധനങ്ങളുണ്ട്. ബലൂണ്, അതാണ് ഒന്നാമത്തെ ടാർഗറ്റ്. എന്തൊക്കെയാണോ എന്തോ, പക്ഷേ ഇതെല്ലാം നമുക്ക് ചെയ്യാം. ദാറ്റ്സ് ദ വൺ തിങ്. ഓക്കെ, ഇതൊരു ബലൂൺ സെറ്റ് ഒരെണ്ണം. അടുത്തത് ഒരു ബലൂൺ സെറ്റ്. അപ്പോൾ രണ്ടെണ്ണേ. ഇത് എനിക്ക് തോന്നുന്നത് കട്ടനാണ്. ഇത് കട്ടൻ പോലെ എന്തോ സംഭവം. തുറന്ന് നോക്കുമ്പോൾ അറിയാം. ഇത് ഇറ്റ്സ് എ ബേബി ഗേൾ എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഞാൻ വീടിൻ്റെ അകത്ത്, ഐ മീൻ റൂമിൻ്റെ അകത്ത് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം, അതായിരിക്കും പറ്റും. ഇത് കട്ടനാണ്. കാക്ക വിളിക്കുന്നുണ്ട്, അത് ബാക്ക്ഗ്രൗണ്ടായിട്ട് വരും, ക്ഷമിക്കുക. ഇത് ഇങ്ങനെ ഒട്ടിക്കാനുള്ളതാണ്. ആക്ച്വലി എൻ്റെ ഒരു ടേപ്പും കുറവാണ്. ഒരു ടേപ്പുണ്ട്, നോക്കാം. ബാ. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല, അവർ ഇപ്പം ഇങ്ങെത്തും. അതിന് മുമ്പേ ഇവിടുത്തെ ഡെക്കറേഷൻ മൊത്തമൊക്കെ ചെയ്ത് തീർക്കണ്ടേ. ഓട്ടം മൊത്തം എനിക്കാണെങ്കിലും ചെയ്യണമല്ലോ. ഓ ഗോഡ്, ഇതെന്ത് സാധനമാണെന്ന്. റിബണാണ് കേട്ടോ, ഇതിനാണെന്ന് അറിയത്തില്ല. ഞാൻ റിബണാണ് ആക്ച്വലി. സോറി ഗൈസ്. ഇതാണ് സംഭവം. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറേ ലെറ്റേഴ്സ് എന്തോ ആണ് സംഭവം. ഐ തിങ്ക് സോ. യെസ്, ബേബിയുടെ എന്തോ ബി ആണ്. എന്താണെന്ന് അറിയത്തില്ല. ലെറ്റേഴ്സ് നോക്കിയിട്ട് നമുക്ക് വയ്ക്കാവേ. ലെറ്റേഴ്സ്. വെൽക്കം ബേബി, ഇറ്റ്സ് എ ഗേൾ. അപ്പം ഇത് വേണമെങ്കിൽ ഇങ്ങനെ തൂക്കിയിടാം, പക്ഷെ ഇത് വേണ്ട. ഇത് അവർ തന്നതാണ്, നമുക്ക് വേണ്ട. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബലൂൺ. ശരിക്കും ഇങ്ങനെ നിർത്താൻ പറ്റുന്ന ഒരു ബലൂണാണ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് സംഭവങ്ങൾ. എന്താണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും കുറച്ച് മെനക്കെട്ടിരുന്നാൽ ഈ കാര്യങ്ങൾ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പം വേഗം മുതലിക്കില്ല. എൻ്റെ ചായ എടുത്തിരിക്കുകയാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒന്നും വശം അറിയത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സത്യം വരികയാണ്. Está. Ini udah. Jelasnya udah ada gitu. Dengan ini udah. Ini. Oh my god, so much. Kita ada beberapa. Bisa kata. Itu gue ada beberapa. Tidak ada juga. Yo. Guys, kita itu deh. Nah, bu. Ini ada. Sedut. Bisa iya sama yang ngomong kan. Jadi ini sama itu. Jangan beli itu. ഇത്രയും ഞാൻ പെരുക്കി. ഇതാ ഇത്രയുണ്ട്. ഒരു 2 സ്റ്റാർ, 2 ഇറ്റ്സ് എ ഗേൾ, ഒരു വലുതും വിജയിച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഈ ലൊക്കാലിറ്റിയിലുള്ള എല്ലാവരും കൂടെ ആഞ്ഞ് പിടിച്ച് ഞങ്ങളങ്ങനെ ബലൂണ് പെരുക്കി കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യണ്ടേ. സോ പാവം എല്ലാവരും കൂടി ഓടി വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് ബലൂണ് പെരുക്കിയതൊക്കെ കാണാം. ഗൈസ്, നമ്മൾ ഇത്രയും പെരുക്കിയിരിക്കുന്നു. നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു കട്ടൻ പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന കട്ടൻ. ഇത്രയും നീളമുണ്ട്. എനിക്കറിയാൻ മേല. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ കുത്തുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് കുത്താം.
എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് 4:15 തുടങ്ങിയ പരിപാടിയാണ്. മണി 6 കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഒരു ഫുൾ റൗണ്ട് കണ്ടാലോ? വാ. வாழ்வின் மொழி காலம் முழுதும் உன்னை ரசிப்பேன் ஆசை மழையே பேசும் அழகே என்னை மறந்து உன்னை இசைப்பேன் உனக்காக இனி நானும் வாழ்வேன் பிள்ளையே திருக்கோவில் மணி போல സിമ്പിളാണ്, സിമ്പിളായിട്ട് ചെയ്തു. വലിയ ആർഭാടങ്ങളൊന്നുമില്ല, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. സ്ഥലമില്ല നമുക്ക് റീസൺ. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു കറക്റ്റ് പിങ്ക് ബാക്ക്ഗ്രൗണ്ടാണ്, പെയിൻറ്റും പിങ്കാണ്. കാണുന്നത് വൈറ്റ് ആയിട്ട് കറക്റ്റ് പിങ്കാണ് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ബേബിക്ക്. അങ്ങനെ കഴിച്ച് എല്ലാം സെറ്റ് ചെയ്തു. ഇനി അവർ വന്നായിരുന്നു. വന്നപ്പോൾ എനിക്ക് തോന്നുന്നു 6 മണിയായി. അങ്ങനെ നമുക്ക് ഈ ആരതി ഒഴിഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കലക്കി വെച്ചുകൊണ്ടിരുന്ന സാധനം, അത് കലക്കി വെച്ചു. തിരിയൊക്കെ വെച്ചു. അങ്ങനെ അമ്മയും കുഞ്ഞിനെയൊക്കെ ഒഴിഞ്ഞ് നമ്മൾ കുറിയൊക്കെ ഇട്ട് ഒക്കെ ഇവിടുത്തെ ഒരു എല്ലായിടവും ഉള്ളത് തന്നെ, എന്നാലും നമ്മളതൊക്കെ ആചാരപ്രദമായി നടത്തേണ്ട കാര്യമായിരുന്നു. നമ്മളങ്ങനെ തന്നെ അത് കൊണ്ടുപോയി. പിന്നെ അമ്മയും കുഞ്ഞും വലത് കാല് വെച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുകയാണ് രണ്ടുപേരും. അപ്പം വെൽക്കം ബേബി. അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും വരവേറ്റു. പിന്നെ അവരാരും ഞാൻ ഈ ഒരിക്കലൊന്നും കണ്ടിട്ടില്ല. സോ അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അങ്ങനെ അവരൊന്ന് കണ്ടോ, എങ്ങനെ നിന്നെക്കൊണ്ട് ഇതൊക്കെ സാധിച്ചു എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഞാനെല്ലാം പെട്ടെന്ന് മണിയായി ചെയ്യും കണ്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.